പട്ടികജാതി പട്ടികവർഗ ഉപവിഭാഗങ്ങൾക്ക് പ്രത്യേക കോട്ട അനുവദിക്കുന്നതിന് ഉപവർഗീകരണം അനുവദനീയമാണെന്ന് സുപ്രീം കോടതി അഭിപ്രായപ്പെട്ടു. സംവരണത്തിനായി പട്ടികജാതി വിഭാഗങ്ങളുടെ ഉപവിഭാഗങ്ങൾ സൃഷ്ടിക്കാൻ സംസ്ഥാന സർക്കാരുകൾക്ക് അധികാരമില്ലെന്ന സുപ്രീം കോടതിയുടെ 2005 വിധി ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡന്റെ നേതൃത്വത്തിലുള്ള ഭരണഘടനാ ബെഞ്ച് റദ്ദാക്കി. അങ്ങനെ 2026 പഞ്ചാബ് പട്ടികജാതി പിന്നോക്ക വിഭാഗ നിയമവും തമിഴ്നാട് അരുന്ധതിയാർ നിയമവും കോടതി ശരിവച്ചു. ചീഫ് ജസ്റ്റിസും ജസ്റ്റിസ് ത്രിവേദിക്കും പുറമെ ജസ്റ്റിസുമാരായ BR ഗവായ്, വിക്രം നാഥ്, പങ്കജ് മിത്താൻ, മനോജ് മിശ്ര, SN ശർമ്മ തുടങ്ങിയവരായിരുന്നു ബെഞ്ച്. കോട്ടയ്ക്കുള്ളിലെ കോട്ട ഗുണനിലവാരത്തിന് എതിരല്ലെന്ന് പറഞ്ഞ ചീഫ് ജസ്റ്റിസ് ചന്ദ്രചൂഡൻ പറഞ്ഞു, വ്യവസ്ഥാപരമായ വിവേചനം കാരണം SC/ST അംഗങ്ങൾക്ക് പലപ്പോഴും ഉയരങ്ങളിൽ കയറാൻ കഴിയുന്നില്ല. ഭരണഘടനയുടെ 14ാം അനുശോചനം അനുശാസിക്കുന്ന സമത്വ തത്വത്തെ ഉപവർഗീകരണം ലംഘിക്കുന്നില്ലെന്ന് സുപ്രീം കോടതി പറഞ്ഞു. എന്നിരുന്നാലും SC/ST വിഭാഗങ്ങളിലെ ഉപവർഗീകരണത്തിന്റെ അടിസ്ഥാനം സംസ്ഥാനങ്ങൾ കണക്കാക്കുന്നതും പ്രകടമാക്കാവുന്നതുമായ ഡേറ്റ ഉപയോഗിച്ച് ന്യായീകരിക്കേണ്ടതുമാണെന്ന് സുപ്രീം കോടതി പറഞ്ഞു. സംസ്ഥാനങ്ങൾക്ക് അവരുടെ ഇഷ്ടത്തിനോ രാഷ്ട്രീയ ലക്ഷ്യത്തിനോ പ്രവർത്തിക്കാൻ കഴിയില്ലെന്നും അവരുടെ തീരുമാനം ജുഡീഷ്യൽ അവലോകനത്തിന് വിധേയമാണെന്നും ചീഫ് ജസ്റ്റിസ് ചന്ദ്രചൂഡ് പറഞ്ഞു. SC/STകൾക്കിടയിൽ ക്രിമിലെയർ തിരിച്ചറിയാൻ നയം ആവശ്യമാണ്. ഭൂരിപക്ഷ വിധിയോട് യോജിച്ച് പിന്നക്ക സമുദായക്കാർക്ക് മുൻഗണന നൽകേണ്ടത് സംസ്ഥാനത്തിന്റെ കടമയാണെന്ന് ജസ്റ്റിസ് BR ഗവായ് പറഞ്ഞു. SC/ST വിഭാഗത്തിൽപ്പെട്ട ചുരുക്കം ചിലർ മാത്രമാണ് സംവരണം അനുഭവിക്കുന്നത്. അടിസ്ഥാന യാഥാർത്ഥ്യങ്ങൾ നിഷേധിക്കാനാവില്ല. SC/STകൾക്കുള്ളിൽ നൂറ്റാണ്ടുകളായി കൂടുതൽ അടിച്ചമർത്തൽ നേരിടുന്ന വിഭാഗങ്ങളുണ്ട്, ജസ്റ്റിസ് ഗവായ് പറഞ്ഞു. സംവരണത്തിന്റെ ആനുകൂല്യം ലഭിച്ച പട്ടികജാതി വിഭാഗത്തിലെ ഒരു വ്യക്തിയുടെ കുട്ടികളെ സംവരണം പ്രയോജനപ്പെടുത്താത്ത ഒരാളുടെ മക്കളുടെ അതേ ഇരിപ്പിടത്തിൽ ഇരുത്താൻ കഴിയില്ല, ജസ്റ്റിസ് ഗവായ് തന്റെ 281 പേജുള്ള വിധിന്യായത്തിൽ പറഞ്ഞു. ക്രിമിലെയർ കോട്ട SC/STകളെ തിരിച്ചറിയുന്നത് സംസ്ഥാനത്തിന് ഭരണഘടനാപരമായ അനിവാര്യതയായി മാറണം. സംവരണം 1ാം തലമുറയ്ക്ക് മാത്രമായി പരിമിതപ്പെടുത്തുമെന്ന് പ്രസ്താവിച്ച ജസ്റ്റിസ് പങ്കജ് മിത്തൽ പറഞ്ഞു, 1ാം തലമുറയിലെ ഏതെങ്കിലും അംഗം സംവരണം വഴി ഉയർന്ന പദവിയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ 2ാം തലമുറയ്ക്ക് സംവരണത്തിന് അർഹതയില്ല എന്ന് ജസ്റ്റിസ് സതീഷ് ചന്ദ്ര ശർമ്മയും തന്റെ വിധിന്യായത്തിൽ പറഞ്ഞു. ആദിമ ഇന്ത്യയിൽ ജാതി വ്യവസ്ഥ ഇല്ലായിരുന്നു. സാവധാനം സവർണ സമ്പ്രദായം ഒരു ജാതി വ്യവസ്ഥയെ തെറ്റിദ്ധരിക്കപ്പെട്ടു. അതിന്റെ ആചാരം സാമൂഹികമായി സ്വീകാര്യമല്ലെന്ന് കണ്ടെത്തി. അതിനാൽ സ്വാതന്ത്ര്യത്തിന് ശേഷം ഭരണഘടന അംഗീകരിച്ചുകൊണ്ട് തങ്ങൾ വീണ്ടും ശ്രമിച്ചു ജാതിരഹിത സമൂഹത്തിലേക്ക് നീങ്ങുക. എന്നാൽ സാമൂഹിക ക്ഷേമത്തിന്റെ പേരിൽ അന്തസ്ഥിതിയെയും പിന്നോക്കക്കാരെയും ഉയർത്തിക്കൊണ്ടുവരുവാൻ ഞങ്ങൾ വീണ്ടും ജാതി വ്യവസ്ഥയെ കെണിയിലകപ്പെട്ടു, ജസ്റ്റിസ് മിത്തൻ അഭിപ്രായപ്പെട്ടു. എന്താണ് വിയോജിച്ച വിധി? SC/ST സംസ്ഥാനങ്ങൾ ഉപവർഗീകരിക്കുന്നത് ഭരണഘടനയുടെ 341ാം അനുച്ഛേദത്തിന് വിരുദ്ധമാണെന്ന് തന്റെ വിയോജിപ്പിലുള്ള വിധിയിൽ ബേലെ തിവ്രേദി പറഞ്ഞു. ആർട്ടിക്കിൾ 341 SC/ST പട്ടിക തയ്യാറാക്കാനുള്ള അവകാശം രാഷ്ട്രപതിക്ക് നൽകുന്നു. SC/ST പട്ടികയിൽ രാഷ്ട്രീയ ഘടകങ്ങൾ പങ്കുവഹിക്കുന്നത് തടയാനാണ് ആർട്ടിക്കിൾ 341 നടപ്പാക്കിയെന്ന് ജസ്റ്റിസ് ത്രിവേദി പറഞ്ഞു. പാർലമെന്റ് പാസാക്കിയ ഒരു നിയമത്തിലൂടെ മാത്രമേ ജാതികളെ രാഷ്ട്രപതി ലിസ്റ്റിൽ ഉൾപ്പെടുത്താനോ ഒഴിവാക്കാനോ കഴിയൂ. ഉപവർഗീകരണം രാഷ്ട്രപതിയുടെ പട്ടികയിൽ മാറ്റം വരുത്തുന്നതിന് തുല്യമാകും. പ്രസിഡൻഷ്യൽ ലിസ്റ്റിലെ ഒരു ഉപവിഭാഗത്തിന് മുൻഗണനാക്രമം നൽകുന്നത് അതേ വിഭാഗത്തിലുള്ള മറ്റു ക്ലാസുകളുടെ ആനുകൂല്യങ്ങൾ നഷ്ടപ്പെടുത്തുന്നതിലേക്ക് നയിക്കും എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കഴിഞ്ഞ ദിവസം ജാതി സെൻസസിനെ കുറിച്ച് സംസാരിച്ചതിനെ തുടർന്ന് രാഹുൽ ഗാന്ധിയെ പരിഹസിച്ച് BJP MP അനുരാഗ് താക്കൂറിനെതിരെ വലിയ പ്രതിഷേധം നടന്നിരുന്നു. ജാതികൾ നിലനിൽക്കുന്ന ഇന്ത്യയുടെ അടിച്ചമർത്തപ്പെട്ട കാലഘട്ടത്തിൽ കേരളത്തിൽ ഉൾപ്പെടെയുള്ള താഴ്ന്ന ജാതിയിൽപ്പെട്ടവർക്ക് വേണ്ടി ഡോക്ടർ അംബേദ്കറാണ് സംവരണ നിയമം നടപ്പിലാക്കിയത്. വർഷങ്ങൾ ഇത്ര കഴിയുമ്പോഴും നമ്മൾ ജാതിയുടെ പേരിൽ പല സമൂഹങ്ങളെയും ഇപ്പോഴും മാറ്റി നിർത്താറുണ്ട്. വിദ്യാഭ്യാസത്തിനും ജോലിക്കും എല്ലാത്തിനും ഒരേ അവകാശം ഇന്ത്യയിലെ എല്ലാ മനുഷ്യരും അർഹിക്കുന്നുണ്ട്. അത് നേടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള കോടതിയുടെ തീരുമാനം അനുമോദനാർഹമാണ്.